സജിത്തേട്ടൻ നാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ മിക്കവാറും ഒരു മൂവിക്ക് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരു മൂവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്, നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ പക്ഷേ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ളത് ശരിക്കും ഒരു വില്ലൻ ഗാങ് ഉണ്ട്. അപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം. ഫസ്റ്റ് ഹാഫിനൊക്കെ പറ്റിയിട്ട് എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ, കാരണം അതിങ്ങനെ ഞെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ അത് കണ്ടു കഴിയുമ്പോൾ. റിയാക്ഷൻ ഡാറായിട്ടില്ല, ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് കോമഡി ആയിരിക്കും. അല്ല എന്നാലും ഇതുവരെ ഞാൻ ഞെട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞത്. ഇയാളാണ് എന്നിട്ട് മാർക്കോ കാണാൻ പോകണം പറഞ്ഞിരുന്നത്. മാർക്കോ കഴിഞ്ഞ എന്നെ പൊക്കിങ്ങോണ്ട് അങ്ങനെ മൂവി കഴിഞ്ഞിട്ടോ എന്താ പറയാ, കിഡിലൻ മൂവി ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ്. മൂവി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കൂ, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ മൂവി കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ഫുഡാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ എവിടേക്ക് പോകണം എന്നുള്ളത് ഇങ്ങനെ ചർച്ചയിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ KFC-ലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, KFC-ലൊക്കെ കയറുമ്പോൾ എവിടെ നിന്നൊക്കെയോ ഒരു ഖത്തറിന്റെ മണം ഇങ്ങനെ വരും, എന്ന് വെച്ചാൽ ഖത്തറിന്റെ മെമ്മറീസ് ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ വളാഞ്ചേരിയിൽ ഇതുവരെ KFC ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അടുത്താണ് KFC വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങള്. നൈറ്റിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയി ഷോപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ കറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു അങ്ങനെയൊക്കെ ലൈഫ് അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ സഹിതമായിട്ട് നാട്ടിൽ വരുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും വരുമ്പോൾ അത് മാക്സിമം അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, കാരണം ഇങ്ങനത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നു അങ്ങനെയൊന്നും താല്പര്യമില്ലാത്തവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മക്കൾസ് എന്തായാലും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അപ്പം എന്തായാലും മൂവി അടിപൊളിയാണ് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ പറയാൻ കേട്ടോ. ഇനി കാണാത്തവരാരെങ്കിലും പോയി കണ്ടോളൂ.